സഞ്ചരിക്കാൻ ഉയർന്ന നിലവാരത്തിൽ നല്ല റോഡുണ്ടായിട്ടും അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ഈ പാതയ്ക്ക് സമീപം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 13-ാം വാർഡിൽ വനസ്വർഗം പരബ്രഹ്മോദയം ക്ഷേത്രത്തിന് സമീപമാണ് ഈ ദുരവസ്ഥ. റോഡ് സൈഡിനോട് ചേർന്ന വലിയ കുളമാണ് വില്ലൻ. മുഹമ്മ കഞ്ഞിക്കുഴി ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർ ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടമായേക്കാവുന്ന വലിയ അപകടമാണ്. ഈ ഭാഗത്തെ കാൽനട യാത്രക്കാർക്കുള്ള സഞ്ചാരപാത നിലവിൽ തകർന്ന നിലയിലാണ്. ഇവിടെ എത്തുമ്പോൾ കടന്നു പോകുവാൻ വഴിയില്ലാതെ റോഡിലേക്ക് കയറി നടക്കേണ്ടി വരുന്നതിനാൽ പിന്നിൽ നിന്ന് വരുന്ന വാഹനം തട്ടി അപകടമുണ്ടാകുവാനുള്ള സാധ്യത വളരെയേറെയാണ്. പുല്ലുകൾ വളർന്ന് കാടുപിടിച്ച അവസ്ഥയിലായതിനാൽ ഈ കുളത്തിന്റെ വ്യാപ്തിയും ആഴവും പെട്ടെന്ന് മനസ്സിലാക്കുവാനും കഴിയില്ല. അത് അപകടത്തിന്റെ ഭീകരതയും കൂട്ടുന്നു. PWDയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈഡ് ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വളരെയേറെ അപകടകരമായിട്ടുള്ള നിലക്കാണ് അത് സ്ഥിതി ചെയ്യുന്നത്. പലതരത്തിലും നമ്മൾ PWDയുമായിട്ട് ബന്ധപ്പെട്ടു. നമ്മൾ വാക്കാലെയും ഫോൺ മുഖേനയും രേഖാമൂലമൊക്കെ പരാതി കൊടുത്തെങ്കിലും അതിന് യാതൊരുവിധ പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെയേറെ എതിർപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് പല ആൾക്കാർ, അതായത് ഇവിടെ ഒരു റിട്ടയർഡ് KCB ഉദ്യോഗസ്ഥനായിരുന്ന ഒരു മണിയപ്പൻ സാറുണ്ടായിരുന്നു. അദ്ദേഹം 2-3 വർഷം മുമ്പ് ഈ കുളത്തിൽ 2 വീലറിൽ വരുന്ന വഴിക്ക് കുളത്തിലേക്ക് വീഴുകയും അദ്ദേഹം ആ അപകടത്തെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ മൂലമാണ് ഏകദേശം 1-2 മാസത്തിനുള്ളിൽ അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതിനുശേഷം പല 2 വീലർ യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരും കാൽനട യാത്രക്കാരും ഒക്കെ ഇവിടെ വന്നിട്ട് സ്ലിപ്പായി വീഴും. കാര്യം ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ സൈഡ് എടുത്ത് നിൽക്കാനുള്ളൊരു സംവിധാനമില്ല. സൈഡില്ലാത്തതിനാൽ അവിടെ വരുമ്പോൾ സ്ലിപ്പായിട്ട് ആ കുളത്തിലേക്ക് വീഴുന്ന സാഹചര്യങ്ങൾ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം PWDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെയേറെ പരാതികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായിട്ട് കൂടി ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് അടിയന്തരമായിട്ട് ഇടപെടാനുള്ളൊരു സംവിധാനം നമുക്കിവിടെ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നതും ഇവിടെ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. വാഹനത്തിന് സൈഡ് നൽകുവാൻ സാധിക്കാതെ ഈ കുളത്തിൽ വീണ് ധാരാളം അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. യാതൊരുവിധ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഭാഗത്ത് രാത്രിയിലാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. ഈ കുളത്തിലേക്ക് വീണ് പരിക്കുപറ്റി ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ ഒരു നിരപരാധിയായ രക്തസാക്ഷി ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുകയാണ്. ചേട്ടനാണ് 2 വർഷത്തിന് മുമ്പ് ചേട്ടൻ്റെ മകളുടെ വീട്ടിൽ പോയിച്ചും വന്ന വഴി വണ്ടി ഇങ്ങോട്ട് മറിഞ്ഞ് വീണ് പുള്ളി അത് കഴിഞ്ഞ് അസുഖക്കാരനായിപ്പോയി. അത് കഴിഞ്ഞ് വളരെ ഹോസ്പിറ്റലിലൊക്കെ പലയിടത്ത് കൊണ്ടുപോയെങ്കിലും ഒരു വർഷം കഴിഞ്ഞാൽ പുള്ളി മരിച്ചു പോവുകയും ചെയ്യും. ഒക്ടോബർ 15-ാം തീയതിക്കുള്ളിൽ അവർ ഇതിൻ്റെ പണി തീർക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ നാളിതുവരെ ഇത് നോക്കിയിട്ട് പോലും ഇല്ല വന്നു. ഇന്ന് ഒക്ടോബർ 15-ആണ്. പണിയും തുടങ്ങിയിട്ടില്ല. ഇതിപ്പോൾ ജനങ്ങൾ രാത്രിയായാലും പകലായാലും ഈ പോകുന്ന വഴി വരെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ആ പുല്ലും ഗ്യാസൊക്കെ പിടിച്ച് കിടക്കുന്നതാണ്. അത് തന്നെ വലിയ വളരെ രീതിയാണത്. പിന്നെ അതിന് ശേഷമാണ് ഈ പാട്ട കൊണ്ടുവന്ന് ബിനീഷ് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് ഈ 2 പാട്ടകൾ. അപ്പോൾ ഈ റോഡിനെ സംബന്ധിച്ച് നമ്മൾ പറയാനാണെങ്കിൽ റോഡ് വളരെ നല്ലതാണെങ്കിലും ഇതിന് സൈഡിൽ കിടക്കുന്ന കുളവും അതുപോലെ തന്നെ കുളവും റോഡും തിരിച്ചറിയാൻ പാടില്ലാതെ ഇരിക്കുന്ന ഈ അവസ്ഥയാണ് ഇതിൻ്റെ സൈഡിലുള്ളത്. ഇങ്ങനെ കൂടി ഞാൻ നിരന്തരം യാത്ര ചെയ്യുന്നതാണ്. ഇവിടെ വലിയ വാഹനം എതിരെ വരുമ്പോൾ നമ്മൾ സൈഡ് എടുക്കുമ്പോൾ ഇങ്ങോട്ട് തെന്നി മാറുന്നൊരു രീതി വരുന്നുണ്ട്. അത് ധാരാളം പേർക്ക് ഇവിടെ അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് പോലും ഈ സ്ഥലത്ത് വന്നപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. അതുകൊണ്ട് ഇത് PWD ആയാലും അധികാരികൾ ഏതായാലും ഇവിടെ പിച്ചിങ് കെട്ടി ഈ ഭാഗം സുരക്ഷിതമാക്കിയില്ലെങ്കിൽ ഇനിയും കൂടുതൽ അപകടങ്ങളുണ്ടാകും, മരണങ്ങളും ഉണ്ടാകും. ഈ സമീപ പ്രദേശത്ത് ഒരാൾ വീണ് അവശനായി ഏതാണ്ട് മാസങ്ങൾക്കകം അദ്ദേഹം മരിച്ചുപോയി. അതാണ് ഇവിടെ ഉണ്ടായ സംഭവം. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു കുട്ടിയുമായിട്ട് യാത്ര ചെയ്ത് വന്ന് മറിഞ്ഞ് ഈ കുളത്തിലേക്ക് വീണു. അതുപോലെ പലരും വന്ന് ഇവിടെ സൈക്കിളുകാർ വരെ ഇവിടെ വന്ന് തെന്നി വീഴുന്നുണ്ട്. അങ്ങനെ കിടക്കുന്ന ഈ ഭാഗം
ശരിയാക്കി തരാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അടിയന്തരമായി ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും ഹസ്ബൻഡും മോളും കൂടെ കടയിൽ നിന്ന് പോയിട്ട് വരുമായിരുന്നു. അപ്പം ഇങ്ങോട്ട് വരുന്ന വഴി വണ്ടി ഒന്ന് സ്ലിപ്പായി ഞാനും കുഞ്ഞും കൂടെ കുളത്തിലേക്ക് മറിഞ്ഞു വീണു. പുള്ളി വണ്ടി പിടിച്ച് പെട്ടെന്ന് നിന്നെങ്കിലും പുള്ളിയും ജസ്റ്റ് സ്ലിപ്പായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടും കൂടെ തെറിച്ച് കുളത്തിലോട്ട് വീണു. പിന്നെ അപ്പം ഈ സമയത്ത് ഇവിടെ മുന്നറിയിപ്പോ പ്രത്യേകിച്ചതൊന്നും ഇല്ലാതെ ഞങ്ങൾ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ആളുകളൊക്കെ ഓടിക്കൂടി പെട്ടെന്ന് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലത്തിൽ നിന്നാണ് ഈ BP ഇവിടെ കൊണ്ട് വെച്ചത്. അപകടം പറ്റിക്കഴിഞ്ഞിട്ടൊരു 3-4 മാസം എടുത്തതിന് റിക്കവർ ആകാനായിട്ട് എനിക്കൊരു 2 ആഴ്ചയോളം വീട്ടിൽ കാലുവയ്യാണ്ടിരിക്കേണ്ടി വന്നു. മോളാണെങ്കിൽ പനി പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. അപ്പോൾ അതൊരു വല്ലാണ്ടൊരു അവസ്ഥയാണ്. ഇത് വലിയൊരു അപകടം തന്നെയാണ്. കാരണം നമുക്ക് പകല് പോലും വരുന്ന അത് റിസ്ക് തന്നെയാണ് ഇവിടെ കൂടെ. അപ്പോൾ അത് കാരണം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ഇതിനൊരു നീക്കുപോക്ക് ചെയ്തു തന്നാൽ ഞങ്ങളുടെ നാട്ടുകാർക്കത് ഒരു ഉപകാരമാണ്. ഈ അവസ്ഥ തുടർന്നാൽ നല്ല നിലവാരത്തിൽ പണിത റോഡ് തകരുവാനും സാധ്യതയേറെയാണ്. മഴക്കാലത്താണ് അപകടങ്ങൾ കൂടുതലായി സംഭവിക്കുന്നതെന്ന് പരിസരവാസികൾ പറയുന്നു. നിരവധി KSRTC പ്രൈവറ്റ് ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും നിത്യേന കടന്നുപോകുന്ന പാതയുടെ സമീപമുള്ള ഈ ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.